ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. 3ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം എന്തായിരുന്നു? EVS അല്ലേ? എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? യെസ്, ഓക്കെ. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം അല്ലേ? അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG മുതൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. LKG UKG ക്ലാസ് ഒക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഇനി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയിൽ പുറകിലോട്ടുള്ള കുട്ടികൾ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗിൽ പുറകിലോട്ടുള്ള കുട്ടികൾക്കായി അവർക്ക് ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരിക. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നോക്കാം. EVSന്റെ എക്സാം ആയിരുന്നു. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഗുഡ്നെസ് ഓഫ് ക്ലീൻനെസ്. Anu and her friends are preparing a chart on personal hygiene for school science fair. പേഴ്സണൽ ഹൈജീൻ ആണ്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശുചിത്വം, സ്വന്തമായിട്ടുള്ള ശുചിത്വ പരിപാലനം. കംപ്ലീറ്റ് ദ ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ സജഷൻ, അത് എഴുതുക. ഇതൊന്ന് നൽകിയിട്ടുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഭക്ഷണം കഴിച്ചതിന് ശേഷവും മുമ്പ് എന്ത് ചെയ്യണം? കൈ കഴുകണം. പിന്നെ നമുക്ക് പേഴ്സണൽ ഹൈജീൻ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം? ടേക്ക് ബാത്ത് എവറി ഡേ. പറ്റില്ലേ? ടേക്ക് ബാത്ത് എവറി ഡേ. ടേക്ക് ബാത്ത് എവറി ഡേ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ടേക്ക് ബാത്ത് എവറി ഡേ. ടേക്ക് ബാത്ത് എവറി ഡേ. ടേക്ക് ബാത്ത് എവറി ഡേ. അത് നമുക്ക് ചേർക്കാം. വേറെ എന്ത് ചേർക്കാം? മൂന്നാമത് നമുക്ക് എന്ത് എഴുതാം? വെയർ ക്ലീൻ ഡ്രസ്. നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുക. വെയർ ക്ലീൻ ഡ്രസ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ചേർക്കാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. പിന്നെ നഖം വെട്ടുക. കട്ട് ദ നെയിൽസ് അറ്റ് ടൈം. സമയത്തിന് എന്ത് ചെയ്യുക? നഖം വെട്ടുക. കട്ട് ദ നെയിൽസ് അറ്റ് ടൈം. ഇതൊക്കെ നമുക്ക് സ്വയം ശുചിത്വ പരിപാലനത്തിന് എഴുതാവുന്ന സെന്റൻസുകളാണ്. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് സെന്റൻസുകൾ എഴുതിയല്ലോ. യെസ്, അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കിഡ്സ് പാർക്ക്. ഇവിടെ നോക്കിയേ, അതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇതൊരു കിഡ്സ് പാർക്കിലേക്കുള്ള ഇതാണ്. പാർക്കിലേക്ക് പോകേണ്ട മെയിൻ ഗേറ്റ് ആണ്. അവിടെ ഒരു ബോർഡ് ഉണ്ട്. ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കാനോ വലിച്ചെറിയാനോ പാടില്ല. പാർക്കിൽ കയറാനുള്ള ടൈം 10 AM to 5 PM എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബി ക്വസ്റ്റ്യൻ, ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർക്ക്. പാർക്കിന്റെ ഫ്രണ്ടിലുള്ള ബോർഡ് ശ്രദ്ധിച്ചോ? പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓൺ ത്രോൺ എവേ. വൈ? എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് വലിച്ചെറിയരുതെന്ന് പറയുന്നത്? 2 കാരണങ്ങൾ എഴുതുക. നിങ്ങൾ പഠിച്ചല്ലോ. എന്താണ്? എയർ പൊല്യൂഷൻ എഴുതാം. നമുക്ക് വായു മലിനീകരണം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൂട്ടിച്ചേർക്കാം. പ്ലാസ്റ്റിക് പൊല്യൂട്ട് ദ സോയിൽ. മണ്ണിനെ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മണ്ണിനെ നശിപ്പിക്കുന്നു. മണ്ണിന്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് പൊല്യൂട്ട്സ് ദ സോയിൽ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനോടൊപ്പം ചേർക്കാം. പിന്നെ എന്താണ്? പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ആർ വിൽ നോട്ട് അണ്ടർഗോ എനി ചേഞ്ചസ്. അതായത് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് യാതൊരു ചേഞ്ചും അത് വരുന്നില്ല. അത് മണ്ണിൽ തന്നെ കിടന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഡിസ്ട്രോയ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ വളർച്ചയെ നശിപ്പിക്കുന്നു. അത് നമുക്ക് എഴുതാം. ഇറ്റ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ നമുക്കിവിടെ പൊല്യൂട്ട്സ് ദ സോയിൽ. സോയിൽ പൊല്യൂട്ട് ആവുന്നു എന്ന് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പൊല്യൂട്ട്സ് ദ സോയിൽ, മണ്ണിനെ നശിപ്പിക്കുന്നു എന്ന് എഴുതാം. അതുപോലെ നമുക്ക് എഴുതുന്നതാണ് എന്താണ്? ഡിസ്ട്രോയ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. ഡിസ്ട്രോയ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അതൊക്കെ നമുക്ക് ഇതിനോടൊപ്പം എഴുതാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ഉത്തരം എഴുതിയല്ലോ. ടീച്ചറുടെ 2 സെന്റൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിന് നിങ്ങൾക്ക് എന്താണോ, അത് ഒത്തിരി സെന്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് അറിയാവുന്നത് അത് എഴുതുക. മൂന്നാമത്തേത്, ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് സ്പ്രെഡ് ബൈ മൊസ്കിറ്റോസ്. മൊസ്കിറ്റോസ് എന്ന കൊതുകിൽ നിന്ന് പടരുന്ന രോഗം ഏതാണ്? നിങ്ങൾക്കിതിൽ തന്നിട്ടുള്ളത് കുറച്ചൊക്കെ അറിയാം. ജലത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങളും പഠിക്കാനുണ്ടായിരുന്നു. കൊതുകിൽ നിന്ന് പടരുന്ന രോഗങ്ങളും പഠിക്കാനുണ്ടായിരുന്നു. ഇതിൽ ഏതായിരുന്നു? ഓപ്ഷൻ സി, എലിഫന്റിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്തായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. മന്ത്. ഓക്കെ, ഓപ്ഷൻ സി ആയിരുന്നു ശരി ഉത്തരം.
അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 2 ആണ്, സോയിൽ കൺസർവേഷൻ ആണ്. ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ, ഞാൻ എപ്പോഴും മണ്ണില എന്ന് ആര് പറയുകയാണ്? എർത്ത് പറയുകയാണ്. ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദ എർത്ത് വോം സെഡ്? എർത്ത് വോം എന്താണ് പറഞ്ഞത് നോട്ടീസ് ചെയ്തോ? നോട്ട് ഓൺലി എർത്ത് വോംസ് ബട്ട് ഓൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദ സോയിൽ. എർത്ത് വോമിന് മാത്രമാണോ സോയിലിന്റെ ബെനിഫിറ്റ് കിട്ടുക? ഇല്ല, എർത്ത് വോമിന് കിട്ടുന്നുണ്ട്, അതുപോലെ മനുഷ്യർക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ ഒത്തിരി ക്രീച്ചേഴ്സിന്, ജന്തുക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. മണ്ണിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രീച്ചേഴ്സ്, ഇതുപോലെ എന്തൊക്കെയാണ്? മണ്ണിന്റെ ബെനിഫിറ്റ്സ് ആണ് എഴുതേണ്ടത്. ഓരോ കുട്ടികളും അവരുടെ ആശയത്തിനനുസരിച്ച് ഓരോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ സോയിൽ കൺസർവേഷൻ, മണ്ണിന്റെ എന്താണ് സോയിൽ കൺസർവേഷൻ? മണ്ണ് പരിപാലിക്കുന്നതിന് ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കാം. പ്ലാസ്റ്റിക് മണ്ണിൽ വലിച്ചെറിയുന്നത് തടയുക, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിനോടൊപ്പം എഴുതാം. റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസർവ് ദ സോയിൽ. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് എന്താണ്? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൂ, മണ്ണ് സംരക്ഷിക്കൂ, അതൊക്കെ നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാം. സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ടീച്ചർ ഇവിടെ ഒരു സെന്റൻസ് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് പോസ്റ്റർ തയ്യാറാക്കാം. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാലോ, നമ്മൾ വരയ്ക്കുക, ഒരു പ്ലക്കാർഡ്സ് പോലെ തന്നെ പോസ്റ്റർ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബാനർ പോലെ കെട്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. അതിനകത്ത് നമുക്ക് എഴുതുന്ന സെന്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചറോട് ഒരു സെന്റൻസ് എഴുതുകയാണ്. റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്സ്, റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കൂ, ആൻഡ് കൺസർവ് ദ സോയിൽ, മണ്ണിനെ സംരക്ഷിക്കൂ. കൺസർവ് ദ സോയിൽ, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ മണ്ണിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കാനുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ആക്ടിവിറ്റി 3 നോക്കാം. വെറൈറ്റീസ് ഓഫ് ഫുഡ്. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫുഡ് ഐറ്റംസ് ഗിവൺ എബവ്. വെജിറ്റബിൾസ് ഉണ്ട്, പൾസസ് ഉണ്ട്, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാംഗോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട്സിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ എഴുതി ചേർക്കാനുള്ളത്? ഫ്രൂട്ട്സ് ആണ് ഇവിടെ എഴുതി ചേർക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ. സിറൽസ്, ബംഗാൾ ഗ്രാം എന്തിലാ വരുന്നത്? പൾസസ്. ധാന്യങ്ങൾ അവിടെയാണ് വരിക. ഇവിടെ പഴങ്ങൾ, ഇവിടെ ധാന്യങ്ങൾ, അതൊക്കെയാണ് വരിക. വെജിറ്റബിൾസിൽ ഏതൊക്കെയുണ്ട്? ബീൻസ് വെജിറ്റബിൾ ആണ്. ബീൻസ്, ഫസ്റ്റ് വൺ ബീൻസ്. ബീൻസ് വെജിറ്റബിൾ ആണ്. പിന്നെ ഫുഡ് ഫ്രം അനിമൽസിൽ നിന്നുള്ളതാണ് എഗ്ഗ്. എഗ്ഗ് ഫുഡ് ഫ്രം അനിമൽസിൽ നിന്നാണ്. എഗ്ഗും ഇവിടെയുള്ള മിൽക്കും എന്താണ്? ഫുഡ് ഫ്രം അനിമൽസിൽ നിന്നുള്ളതാണ്. വെജിറ്റബിൾ വരുന്ന വേറെ ഒന്നാണ് കോൺ, പംകിൻ. ഇതൊക്കെ എന്താണ്? പംകിൻ, കോൺ അല്ല, പംകിൻ. പംകിൻ എന്താണ്? വെജിറ്റബിളിൽ നിന്ന് വരുന്നതാണ്, പംകിൻ. ഫ്രൂട്ടിൽ നിന്ന് വരുന്നതാണ് പപ്പായ. പപ്പായ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. പപ്പായ, ജാക്ക് ഫ്രൂട്ട്, അതൊക്കെയാണ് ഇവിടെ വരിക. അടുത്ത് വരുന്നതാണ് സിറൽസ്. സിറൽസ് വരുന്ന നമുക്കറിയാം, റൈസ് വരും, വീറ്റ് വരും, അതൊക്കെ സിറൽസിൽ വരുന്നതാണ്. പൾസസിൽ വരുന്നതാണ്, ധാന്യങ്ങളിൽ വരുന്നതാണ് ബംഗാൾ ഗ്രാം, അതുപോലെ കോൺ, ഇതൊക്കെ പൾസസിൽ വരുന്നതാണ്. ട്യൂബേഴ്സിൽ വരുന്നതാണ് ടപ്പിയോക്ക വരും, യാം വരും. ടപ്പിയോക്കയും യാമും, ടപ്പിയോക്കയും യാമും വരുന്നത്, ചേനയും മരിച്ചിനിയും വരുന്ന ട്യൂബേഴ്സിലാണ്. പിന്നെ ഫുഡ് ഫ്രം അനിമൽസ്, അനിമൽസിൽ നിന്ന് കിട്ടും മിൽക്കും എഗ്ഗും, ഇതൊക്കെ ഫുഡ് ഫ്രം അനിമൽസ് ആണ്. ഓക്കെ. മുരിങ്ങ ലീഫൊക്കെ നമുക്ക് വെജിറ്റബിൾസ് അതിൽ ഉൾപ്പെടുത്താം. ഓക്കെ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. വളരെ ഈസി ആയിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റേറ്റ്മെന്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൺ ബിലോ. നമുക്കിവിടെ നമ്മുടെ ഫുഡ് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ. എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ഫുഡ് കഴിക്കുക. വി ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses ഓഫ് വാട്ടർ എ ഡേ. ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് ഓയിലി ഫുഡ്സ് ഇൻ ഗുഡ് ഫോർ ഹെൽത്ത്. എണ്ണ പലഹാരങ്ങൾ ഒത്തിരി കഴിക്കുക, നല്ല ആരോഗ്യത്തിനായിട്ട്. ദെയർ ആർ കുക്ക്ഡ് ഫുഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ്. കുക്ക്ഡ് ഫുഡും ഉണ്ട്, അൺകുക്ക്ഡ് ഫുഡും ഉണ്ട്. വേവിച്ചതും വേവിക്കാത്തിട്ടുള്ള ആഹാരങ്ങളുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി? 2ഉം 4ഉം ആണ് ശരി. 2 and 4. ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക. കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും അൺകുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും ഉണ്ട്. അപ്പോൾ ബി ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 ആണ്. ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. നല്ല ഫുഡ് കഴിക്കുക എന്നാണ്. ഇവിടെ 2 പേരുണ്ട്, അപ്പു ഉണ്ട്, ആകാശുണ്ട്. അപ്പു പറയാണ് പുട്ട്, കടലക്കറി, സാലഡ്, മിൽക്ക്. അപ്പു കഴിച്ച ആഹാരങ്ങൾ പറഞ്ഞു, പുട്ട്, കടലക്കറി, സാലഡ്, മിൽക്ക്. ആകാശ് പറഞ്ഞു പൊറോട്ട, ഫ്രൈഡ് ചിക്കൻ. ഇതാണ് ആകാശ് കഴിച്ചത്.
Appu and Akash are talking about the food they ate in the morning. രാവിലെ കഴിച്ച ഫുഡിനെ കുറിച്ച് അവർ പറയുകയാണ്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ദ ഫുഡ് ഐറ്റം യൂസ് ടു മേക്ക് ദീസ് ഡിഷസ്. ഈ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? പുട്ടുണ്ടാക്കാൻ എന്തൊക്കെ ഉപയോഗിക്കാം? പുട്ടുണ്ടാക്കാൻ റൈസ് പുട്ടാണെങ്കിൽ റൈസ് ഉപയോഗിക്കാം, റൈസ് എടുക്കാം. പിന്നെ കോക്കനട്ട് നമുക്ക് അതിൽ വരും, കോക്കനട്ട് വരും. റൈസും കോക്കനട്ടും ആണ്. പിന്നെ സോൾട്ട് അതൊക്കെയാണ് ഇതിനകത്ത് വരിക, ഫുഡ് ഐറ്റം. കടലക്കറിയിൽ എന്തൊക്കെ വരും? ബംഗാൾ ഗ്രാം വരും, കടല വരും. പിന്നെ വേറെ എന്ത് വരും? ഒണിയൻ വരും, വെജിറ്റബിൾ ആയിട്ടുള്ള ഒണിയൻ വരും. കറി ലീവ്സ് ഇടും. ഇപ്പോൾ കടലക്കറിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന അതൊക്കെ എഴുതുക. സാലഡിൽ എന്തൊക്കെ വരും? ഒണിയൻ വരും, കുക്കുംബർ വരും, ടൊമാറ്റോ വരും. അതൊക്കെയാണ് സാലഡ് ചേർക്കുക. പൊറോട്ടയിൽ എന്താ വരിക? പൊറോട്ട വീറ്റാണ്, ഗോതമ്പ് പൊറോട്ട. വീറ്റിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മൈദ. അപ്പോൾ വീറ്റ് വരും, പൊറോട്ട ഉണ്ടാക്കും. പിന്നെ അതിൽ ഓയിൽ വരും, എഗ്ഗ് ചേർക്കുന്നുണ്ട്. ഫ്രൈഡ് ചിക്കൻ എന്തൊക്കെയാണ് വരിക? ചിക്കൻ വരും, ഓയിൽ വരും, അതിനകത്തുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഓരോ ഡിഷസിനകത്തും എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉണ്ടാവുക എന്ന് എഴുതാനുള്ളതായിരുന്നു എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ഹൂ ഈറ്റ്സ് ദ ഹെൽത്തി ഫുഡ്, അപ്പു ഓർ ആകാശ്? ആരാണ് നല്ല ഫുഡ് കഴിച്ചത്? അപ്പു ആണ്. റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. ഹെൽത്തി ഫുഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അഞ്ചാമത്തത് ക്ലീൻ സറൗണ്ടിങ്സ് ആണ്. ബിലോ ആർ ദ പിക്ചേഴ്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ കളക്റ്റഡ് ബൈ ചിൽഡ്രൻ വൈൽ ക്ലീനിങ് ദ സ്കൂൾ സറൗണ്ടിങ്സ് ഓൺ ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ പരിസരം വൃത്തിയാക്കാനായിട്ട് അവർ വേസ്റ്റ് മെറ്റീരിയൽ കളക്ട് ചെയ്തു. എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു? പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടായിരുന്നു, ബനാന പീൽ ഉണ്ടായിരുന്നു, ഫുഡ് വേസ്റ്റ് ഉണ്ട്, ഡാമേജ്ഡ് ബാറ്ററീസ് ഉണ്ട്, പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ട്, ഡാമേജ്ഡ് കീബോർഡ് ഉണ്ട്. ലേബിൾ ദ ബിൻസ് ആൻഡ് സോർട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽ സ്യൂട്ടബിളി. ഇപ്പോൾ ബനാന പീൽ എന്തിലാണ് വരിക? ഓർഗാനിക്കിലാണ് വരിക, ജൈവത്തിലാണ് വരിക. ഓർഗാനിക്, ജൈവം. പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തിലാണ് വരിക? ഇൻഓർഗാനിക് ആണ് വരിക, അജൈവത്തിലാണ് വരിക, അജൈവം. ഹസാർഡസ് അറിയാം, അപകടകരമായത്. ഇനി ഓർഗാനിക്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഓർഗാനിക്കിൽ ബനാന പീൽ ഉണ്ട്, വേറെ നമുക്ക് ഓർഗാനിക്കിൽ ചേർക്കാം. ഫുഡ് വേസ്റ്റ് എവിടെ ചേർക്കാം? ഫുഡ് വേസ്റ്റും ബനാന പീലും നമുക്ക് എവിടെ ചേർക്കാനായിട്ട് കഴിയും? ഓർഗാനിക് വേസ്റ്റിൽ നമുക്ക് ചേർക്കാൻ കഴിയുന്നതാണ് ബനാന പീലും ഫുഡ് വേസ്റ്റും. അതുപോലെ ഇൻഓർഗാനിക് വേസ്റ്റ് ഉണ്ട്. ഇൻഓർഗാനിക് വേസ്റ്റിൽ എന്തൊക്കെ ചേർക്കാൻ കഴിയും? പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് കവേഴ്സ്, അതാണ് ഇൻഓർഗാനിക്, അജൈവത്തിൽ എഴുതേണ്ടത്. ഹസാർഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപകടകരമായത് എന്തൊക്കെയാണ്? ഡാമേജ്ഡ് ബാറ്ററീസും ഡാമേജ്ഡ് കീബോർഡും. അതെവിടെ എഴുതാം? ഹസാർഡസ്, അപകടകരമായ വേസ്റ്റിൽ എഴുതാം. ഓക്കെ. അതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത്, പുട്ട് ദ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. ക്ലീൻ സറൗണ്ടിങ്സിന് യോജിച്ചത് ടിക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്, വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് സ്കാറ്റേർഡ് അറൌണ്ട്, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. ഇതിൽ കറക്റ്റായിട്ട് വരുന്ന വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. ഇത് രണ്ടുമാണ് ശരി ഉത്തരം, ഒന്നാമത്തതും നാലാമത്തേതും. ഓക്കെ. അടുത്ത ചോദ്യം വരുന്നത് ആക്ടിവിറ്റി 6 ആണ്. വാട്ടർ ആൻഡ് സോയിൽ. വാട്ടർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അത് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. കുടിക്കാനായിട്ട്, കുളിക്കാനായിട്ട്, തുണി അലക്കാനായിട്ട്, ഇതെല്ലാം എന്ത് ചെയ്യാം? അനിമൽസ് ബാത്ത് ഇൻ വാട്ടർ, അനിമൽസിനെ കുളിപ്പിക്കാനായിട്ട്, ഇതൊക്കെ നമുക്ക് എഴുതാം. വെള്ളത്തിന്റെ ഉപയോഗങ്ങൾ എഴുതാം. അതിന്റെ ബി ക്വസ്റ്റ്യൻ വരുന്നത്, ദിശ കളക്ടഡ് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ ഫ്രം ഹെർ ഗാർഡൻ. ഗാർഡനിൽ നിന്ന് കുറച്ച് സോയിൽ ക്ലംസ് കളക്ട് ചെയ്തു. ബബിൾസ് came out when she put in a glass of water. വൈ? ഇത് നമ്മൾ കഴിഞ്ഞിട്ട് അത് പഠിച്ചതാണ്. എന്താണ് കാര്യം? എയറിൻ്റെ ഇതാണ്. അതെല്ലാവരും എഴുതിയല്ലോ. അടുത്ത്, വിച്ച് ഓഫ് ദ ബിലോ സോയിൽ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് മോഡൽസ്. മോഡൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ ഏത് സോയിൽ ടൈപ്പാണ്? ക്ലേ ആണോ സാൻഡ് ആണോ? മണലിലാണോ ക്ലേയിലാണോ ഉണ്ടാക്കുക? ക്ലേയിൽ. ഓക്കെ. അപ്പോൾ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ എഴുതി കാണും. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം, ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.